ഹലോ മിസ് കവിത, ആ മുതല കുഞ്ഞുങ്ങളുടെ തകർന്നേക്കോ. പിടിച്ചോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണിത്? ഇന്ന് ഞാൻ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇന്നെന്താണ് ജയൻ സാറായിട്ട് വന്നത്? കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വീര പുരുഷനാണ് ജയൻ സാറ്. 1987 എനിക്ക് സംസ്ഥാന സ്കൂൾ മത്സരത്തിൽ എനിക്ക് മോണക്ന് പ്രൈസ് കിട്ടിയത് ജയൻ സാറിൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചാണ്. അന്ന് എല്ലാവരും പറഞ്ഞത് ജയൻ സാറ് മരിച്ചു, പക്ഷേ ബാലകൻ നായർ സാറ് തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയണം. പക്ഷേ ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ദിവസം ഞാൻ മത്സരം കഴിഞ്ഞ് എന്നും ജയൻ സാറിൻ്റെ വീടിൻ്റെ മുൻപിൽ പോയി ഇങ്ങനെ കാത്തു നിൽക്കും. ഞാൻ കാത്തു നിന്നതിന് ശേഷം കാണാനില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്തുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് ഞാൻ സാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഉണ്ടായ ഒരു സുഖം. മലയാള സിനിമയുടെ ഒരു വരദാനമാണ് അദ്ദേഹം. എന്താ പറയുക, ഒരു ശരവഞ്ചരമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇന്നത്തെ ഡ്രസ്സ് ഇങ്ങനെ ആക്കിയത്. ഡെഡിക്കേറ്റഡ് ടു യുവർ സൂപ്പർ സ്റ്റാർ. തീർച്ചയായിട്ടും. അതിനകത്ത് മിസ്റ്റർ ഗോൾഡാണ്. സാധനം കയ്യിലുണ്ടോ? തുറന്നു നോക്കൂ. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും, അവസാനം പവനായി ശവമായി. ഞാൻ തകർക്കാൻ പോകുന്നു. അയ്യോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോര, ഞാൻ ചത്തേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോര, ഞാൻ ചത്തേന്ന്. ഓക്കെ, വെരി ഗുഡ് ആന്റണി, അടിപൊളിയായി. എന്തായാലും ആ സൂക്കേഴ്സ് നീ കൊണ്ടുപോയിക്കോളൂ. ഓക്കെ, അപ്പം നമുക്ക് റൗണ്ടിലേക്ക് കടക്കാം. റൗണ്ടിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ പാട്ടെന്ന് വേണം. എൻ്റെ പാട്ട് വേണം. ഞാൻ ഇന്നും പാടാൻ പോകുന്ന പാട്ട്, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നത്, ഒരുപാട് ജോലി കിട്ടുമ്പോൾ അച്ഛനും അമ്മേനെയും അനാഥാലയത്തിൽ പാർപ്പിക്കുക, എന്നിട്ട് മാസം മാസം പൈസ അയച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിൽ നിന്നൊക്കെ നമ്മളൊക്കെ എന്താ പറയുക, നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം അത് കണ്ടുപഠിച്ച് നമ്മുടെ അച്ഛനും അമ്മേനും നമ്മൾ തന്നെ നോക്കുന്നൊരു രീതിയായിരിക്കണം. ഓണം എല്ലാം ഓർമ്മ വരുമ്പോൾ സ്വന്തം അച്ഛനും അമ്മേനെയും കുഞ്ഞിക്കാലം മുതൽ ഒരു കുഞ്ഞു വിരലും പിടിച്ചിങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ആ ഓർമ്മ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പം അടുത്ത ഗാനം നിങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു ഗാനം ഞാൻ പാടാണ്. ഓക്കെ. പണ്ടത്തെ പാണന്റെ പാട്ടും കേട്ട് മുറ്റത്തെ പൂമുല്ലേ നീ തെളിഞ്ഞോ, കാവിലെ പാട്ടിന്റെ താളം കേട്ട് മാവിന്റെ തുഞ്ചത്ത് പൂവുറഞ്ഞോ. മാടത്തെ ഇമ്പമോടെ മാടി മാടി വിളിക്കുന്നൻ പോയ കാലം, പാതിരാ പുള്ളുപോലും കണ്ണീരൊഴുക്കും, പതിരില്ല നോവിൻ്റെ നേരുകാലം. പുത്തന്നുടയാട ധരിച്ച് കൂട്ടാളികൾ പോകണ കണ്ട് കുഞ്ഞുമനം കൊതിപൂണ്ടെന്ന് കണ്ണീരണിഞ്ഞു, കുഞ്ഞീളം ചുണ്ട് വിതുമ്പിപ്പോയി, കുഞ്ഞീളം ചുണ്ട് വിതുമ്പിപ്പോയി.
പേക്കിനാവ് കണ്ടുഭയന്ന് ഉണരുമ്പോൾ വാരി പുണർന്ന് കവിളത്തൊരു മുത്തം തന്ന് മാറത്ത് ചേർത്തു പിടിക്കും ഓർമ്മയാണച്ചൻ. മറന്നിടാനാകാത്തൊരോർമ്മയാണച്ചൻ. മറന്നിടാനാകാത്തൊരോർമ്മയാണച്ചൻ. എന്തായാലും ഒരു അച്ഛൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു പാട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും പാട്ട് പാടുമ്പോഴും അച്ഛനും അമ്മയും നാടും അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പാടാറുള്ളൂ. ആ സ്നേഹം എന്നുണ്ടാവണം. അച്ഛനും അമ്മേനും മറക്കാൻ പാടില്ല. കുടുംബ സ്നേഹം എന്നുണ്ടായിരിക്കണം.